ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഇതിഹാസമായ സീക്കോക്ക് ഇപ്പോൾ ജപ്പാനുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹം ജപ്പാന്റെ പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന ജപ്പാനും ബ്രസീലും തമ്മിലുള്ള ഒരു മത്സരം അത് സീക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ മത്സരമാണ്. ഏതായാലും ജപ്പാനെ നേരിടുന്നതിന് മുൻപ് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ ബ്രസീലിന് നൽകിയിരിക്കുകയാണ് സീക്കോ. അതായത് ജപ്പാന്റെ അതിവേഗ മുന്നേറ്റങ്ങളെ സൂക്ഷിക്കണം എന്നാണ് സീക്കോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീൽ തങ്ങളുടെ വേഗതയുടെ കാര്യത്തിലും മൂവ്മെന്റിന്റെ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തണം. രണ്ട് ടീമുകളും അറ്റാക്കിംഗ് ഗെയിം ആയിരിക്കും കളിക്കുക. ജപ്പാൻ എപ്പോഴും അതിവേഗ നീക്കങ്ങൾ നടത്തുന്നവരാണ്. അത് ബ്രസീൽ നന്നായി ശ്രദ്ധിക്കണം. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബ്രസീൽ ഏറെ മെച്ചപ്പെട്ടു എന്നുള്ളത് ശുഭകരമായ കാര്യമാണ്. ജപ്പാൻ ഇന്ന് മറ്റൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ ബ്രസീൽ സൂക്ഷിക്കണം. സൗത്ത് അമേരിക്കൻ ടീമുകൾക്കെതിരെയും ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയും പലപ്പോഴും മികച്ച പ്രകടനം നടത്തി കഴിവ് തെളിയിച്ചവരാണ് ജപ്പാൻ. ഇതാണ് സീക്കോ പറഞ്ഞിട്ടുള്ളത്. ജപ്പാന്റെ അതിവേഗ മുന്നേറ്റങ്ങളെ നന്നായി സൂക്ഷിക്കണം എന്ന ഒരു മുന്നറിയിപ്പാണ് സീക്കോ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും ഒരു തീപ്പാറും പോരാട്ടമാണ് നാളെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ജപ്പാന്റെ ഉയരക്കുറവ് അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം അത് തന്നെയാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെയുള്ള ഒരു പോരാട്ട വീരത്തോടു കൂടിയാണ് ഈ വേൾഡ് കപ്പിൽ ഉടനീളം അവരിപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.